ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിൻ്റെ വീടാണ്. വിശാല് എല്ലാവരോടും ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം ഇതുവരെ ആരും തന്നില്ല. അച്ഛാ, പാർവതി ഇവിടെ ഇല്ലേ? ഇത് കേൾക്കുന്ന ഗോപിനാഥ് പറയുകയാണ്, മോനെ, തലക്കേറ്റ ക്ഷതം നിസ്സാരമല്ല, കൂടുതലൊന്നും സംസാരിക്കാൻ പാടില്ല, നീ പോയി റെസ്റ്റ് എടുക്ക്. തുടർന്ന് വിശാല് പ്രഭാവതിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുകയാണ്, അമ്മേ, എല്ലാവരും എന്നിൽ നിന്ന് എന്തോ രഹസ്യം മറച്ചു വെക്കുന്നുണ്ട്. ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന് പറയുന്നത് പോലെയാ. വിശാലിന് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും കുറ്റക്കാരിയാക്കുക പാർവതിയാണ്. അതാണല്ലോ ഈ വീട്ടിലെ പതിവ്. അവൾ ഇവിടെ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അപകടം സംഭവിച്ചതിന്റെ കാരണം അവളാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചോ? സത്യം പറയ് എന്ന് വിശാല് പറയുമ്പോൾ പ്രഭാവതി ചോദിക്കുകയാണ്, നീ എന്തിനാ ഇനിയും അവളെക്കുറിച്ച് അന്വേഷിക്കുന്നത്? അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിട്ടല്ലേ നീ ജാസ്മിന്റെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് വന്നത്? അറുത്ത് മാറ്റിയാലേ പിന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല മോനെ. അച്ഛൻ നിന്നോട് എത്ര തവണയായിട്ട് പറയുന്നു പോയി റെസ്റ്റ് എടുക്കാൻ? നീ പോയി റെസ്റ്റ് എടുത്തേ. അമ്മയും എൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയല്ല പറയുന്നത്, ഇനി ഞാൻ ആരോട് ചോദിക്കാനാണ്? തുടർന്ന് പ്രതാപന്റെ അടുക്കലേക്ക് ചെന്നിട്ട് വിശാല് പറയുകയാണ്, അമ്മ തീരുമാനിക്കും, നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് അത് നടപ്പിലാക്കുകയും ചെയ്യും. പാർവതി അങ്കിള് ഉദയനൂരിലേക്ക് പറഞ്ഞു വിട്ടത് ടാക്സിയിലാണോ അതോ ബസ് കയറ്റി വിട്ടോ? ഇത് കേൾക്കുന്ന പ്രതാപൻ പറയുകയാണ്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. നീ ചുമ്മാ ഓരോന്ന് നിന്ന് സംസാരിക്കാതെ പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്. അങ്കിളും പറയുന്നത് ഞാൻ ചോദിച്ചതിനുള്ള മറുപടിയല്ല. അങ്കിളെ, അയച്ച ആ ടാക്സിക്കാരനെ വിളിച്ചിട്ട് അവളെയും കൊണ്ട് തിരികെ വരാൻ പറ. വിശാൽ ഇതെന്തൊക്കെയാ പറയുന്നത് എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ വിശാൽ ദേഷ്യത്തോടെ പറയുകയാണ്, ഞാൻ ഹോസ്പിറ്റലിലായതേ നിങ്ങളൊക്കെ ഒരു അവസരമായിട്ട് എടുത്തിട്ടുണ്ടാകും. ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് നിങ്ങൾ അവളെ ഇവിടെ നിന്ന് പാക്ക് ചെയ്യാമെന്ന് കരുതിയല്ലേ? അവൾ ഇവിടെ തിരിച്ചെത്തിയിരിക്കണം. അത്രയും പറഞ്ഞ് വിശാൽ പ്രതാപന്റെ ഫോൺ വാങ്ങിയിട്ട് പ്രതാപനോട് പറയുകയാണ്, എത്രയും പെട്ടെന്ന് ആ ടാക്സിക്കാരനെ വിളിച്ചോണം, പാർവതിയും കൊണ്ട് തിരിച്ചു വരാൻ പറയുന്നു പറഞ്ഞ് പ്രതാപിന് ഫോൺ കൊടുക്കുകയാണ് വിശാൽ. ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ്, സ്വന്തം വീട്ടിലേക്കായിരുന്നു അവളെ പറഞ്ഞയച്ചതെങ്കിൽ എനിക്കും ചെറിയമ്മയ്ക്കും അച്ഛനുമൊക്കെ ഇത്രയും വിഷമമുണ്ടാകുമായിരുന്നു. പാർവതിയെ കൊണ്ടുപോയത് പോലീസല്ലേ അതിനെന്ന് ഗാർഗി പറയുമ്പോൾ ഒരു ഞെട്ടലോടെ വിശാൽ ചോദിക്കുകയാണ്, പോലീസോ? അതേസമയം പാറുവിന്റെ മനക്കണ്ണിൽ ഉദയനൂരമ്മ വീണ്ടും വിശാലിന് അപകടം വരുന്ന കാഴ്ച കാട്ടിക്കൊടുക്കുകയാണ്. വിശാൽ സാറ് ഇങ്ങോട്ടേക്ക് വരുമെന്ന് തന്നെയാ ഇതിന്റെ അർത്ഥം. വിശാൽ സാറിനെ തടയാൻ ഞാനിപ്പോൾ എന്താ ചെയ്യുക? തുടർന്ന് പാറു എസ് പറയുകയാണ്, സാർ, അരവിന്ദൻ സാറിനോടാണെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി വിശാൽ സാറ് ഇങ്ങോട്ട് വരാതെ നോക്കണമെന്ന്. തുടർന്ന് സെല്ലിൽ നിന്നും ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പാറു പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി ആ പ്രതിയുടെ ഷർട്ടിന്റെ കോളറിൽ കയറി പിടിക്കുകയാണ്. എടോ, വിശാൽ സാർ തനിക്ക് എന്ത് ദ്രോഹമാണോ ചെയ്തത്? താൻ എന്തിനാ വിശാൽ സാറിനെ കൊല്ലാൻ നോക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അയാൾക്ക് നേരെ ചെല്ലുകയാണ് പാറു. വിശാൽ സാർ വന്നാൽ ഇയാൾ വെടിവെക്കും സാറേ, ഇയാളെ പൂട്ടിയിടണമെന്നൊക്കെ പാറു ഡിവൈഎസ്പിയോട് പറയുന്നുണ്ടെങ്കിലും ഡിവൈഎസ്പി പാറുവിനെ പിടിച്ച് സെല്ലിലിട്ട് അടയ്ക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. പാർവതി എന്തിനാ പോലീസ് കൊണ്ടുപോയത് എന്ന് ചോദിച്ചിട്ട് ആർക്കും നാവില്ലല്ലോ എന്ന് വിശാൽ ചോദിക്കുകയാണ്. പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോ എന്നെ അറിയിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ആരും കാണിച്ചില്ലല്ലോ. അച്ഛന് പോലും എന്നെ ഒന്ന് അറിയിക്കാൻ തോന്നിയില്ലല്ലോ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ, അത് പിന്നെ മോനെ, നിന്റെ മനസ്സ് വേദനിപ്പിക്കണ്ടെന്ന് കരുതി, അതുകൊണ്ടാണെന്ന് ഗോപിനാഥ് പറയുന്നു. എന്നിട്ടിപ്പോ എന്താ? എന്റെ മനസ്സ് വേദനിച്ചില്ലല്ലോ. ഈ വീട്ടിലെ ജോലിക്കാരിയാണല്ലോ പോലീസ് കൊണ്ടുപോയത്. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇതിന് മുൻകൈ എടുത്തത് ആരാണെന്ന് വിശാല് പ്രഭാവതിയോട് ചോദിക്കുന്നു. തുടർന്ന് ജാസ്മിന്റെയും ജിതിന്റെയും അടുത്ത് ചെന്ന് വിശാല് പറയുകയാണ്, ചോദ്യം ചോദിക്കുമ്പോഴേ പുറം തിരിഞ്ഞു നിൽക്കുന്നത് കള്ളലക്ഷണമാണ്. ആടിനെ പട്ടിയാക്കാനുള്ള കഴിവേ നീ പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. നീ എന്ത് തരികിട കാണിച്ചിട്ടാണ് പാർവതിയെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത്? ഇത് കേൾക്കുന്ന ജിതിൻ പറയുകയാണ്, ഇതിലെനിക്കൊരു പങ്കുമില്ല, എന്നെ തെറ്റിദ്ധരിക്കണ്ട. നീയല്ലെങ്കിൽ നിന്റെ അനുജത്തി, കുരുട്ടുബുദ്ധിക്ക് നിന്നെക്കാളും കേമിയ നിന്റെ അനിയത്തി. അത്രയും പറഞ്ഞ് ജാസ്മിന്റെ കയ്യിൽ പിടിച്ച് വിശാൽ ചോദിക്കുകയാണ്, പാർവതിയെ കൊടുക്കാനായിട്ട് നീ എന്ത് നാറിയ കളിയാ കളിച്ചത്? പറയാനാ പറഞ്ഞത്, ഞാനേ ആകെ കൺട്രോൾ വിട്ട് നിൽക്കുകയാണ്, നിനക്കിട്ട് ഞാൻ ഒരെണ്ണം പൊട്ടിക്കും. ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, എന്റെ മെക്കിട്ട് കയറാനൊന്നും വരണ്ട, ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തതേ ഞാനല്ല, ആന്റിയാണ്. ഇത് കേൾക്കുന്ന വിശാല് പ്രഭാവതിയുടെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ്, അമ്മേ, ജാസ്മിൻ പറഞ്ഞത് ശരിയാണോ? 100% സത്യം തന്നെയാണ്. എൻ്റെ മോനെ കൊല്ലാൻ നോക്കിയവളെ ഞാനെന്താ വെറുതെ വിടണോ? ഞാൻ തന്നെയാ പരാതിക്കാരി, അവൾ ജയിലിൽ കിടന്ന് നരകിക്കട്ടെ. പാർവതി എന്നെ കൊല്ലാൻ നോക്കിയെന്നോ എന്ന് വിശാൽ പറയുമ്പോൾ രാധിക പറയുകയാണ്, മോനെ, നീ പറഞ്ഞില്ലേ ആടിനെ പട്ടിയാക്കാനുള്ള കഴിവെന്ന്? അത് അവനറിയാമെന്നല്ലേ നീ പറഞ്ഞത്? അവന് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും അത് മാത്രമേ അറിയൂ. 4 ഭാഗത്തു നിന്നും ഇവര് പാർവതിക്ക് നേരെ വിരൽ ചൂണ്ടിയപ്പോൾ പൂക്കളിൽ വിഷം തളിച്ചത് പാർവതിയാണെന്ന് ആ ഡിവൈഎസ്പി വിശ്വസിച്ചു. അയാളെ വിശ്വസിപ്പിച്ചു. ഒടുവിൽ പാർവതിയെ കൈവിലങ്ങണിയിച്ചാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. ഇത് കേൾക്കുന്ന വിശാല് ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ ഗാർഗി പറയുകയാണ്, സത്യമാണ് ബ്രോ. എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്ന് അവൾക്കെതിരെ പറയുമ്പോൾ ആ പാവത്തിന് എന്തെങ്കിലും ചെയ്യാനാകുമോ? ഞാനും അച്ഛനും ചെറിയമ്മയും ഒക്കെ പാർവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതാണ്. പക്ഷേ അതൊന്നും ആ ഡിവൈഎസ്പി വിശ്വസിച്ചില്ല.
തുടർന്ന് ജാസ്മിൻ പറയുകയാണ്, പാർവതി ക്രിമിനൽ മൈൻഡുള്ള ഒരുത്തിയാണെന്നേ ആ ഡിവൈഎസ്പിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതുകൊണ്ടാ നിങ്ങൾ ആരും പറഞ്ഞത് ഡിവൈഎസ്പി വിശ്വസിക്കാഞ്ഞത്. ഇനിയെങ്കിലും നിങ്ങൾ ഇതൊന്ന് വിശ്വസിക്കുക ഗാർഗി. അവളെ ക്രിമിനലാണ്, പക്ക ക്രിമിനൽ. പക്ക ക്രിമിനൽ ആരാണെന്നേ ഞാൻ പോയി വന്നിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് വിശാൽ ഇറങ്ങുമ്പോൾ ഗോപിനാഥ് വിശാലിനെ തടയുകയാണ്. നീ ഇതെങ്ങോട്ടാ വിശാൽ എന്ന് ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ്, അച്ഛന് മനസ്സിലായില്ലേ, ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക്. ഈ അവസ്ഥയിൽ നീ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് ഗോപിനാഥ് പറയുമ്പോൾ വിശാൽ ചോദിക്കുകയാണ്, പോകാതെ നിങ്ങൾക്കെല്ലാം അവൾ ഈ വീട്ടിലെ അടുക്കളക്കാരിയായിരിക്കും. അടുക്കളക്കാരിയാണെങ്കിലും അവളുടെ കഴുത്തിലെ ഞാൻ കിട്ടിയ താലി ഇപ്പോഴുമുണ്ട്. മോനെ, ഞാൻ വക്കീലുമായിട്ട് സംസാരിച്ചതാണ്. മർഡർ അറ്റംപ്റ്റ് ആയതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം കിട്ടില്ല. വക്കീൽ പോയാൽ പോരച്ച, വക്കീലിനെ അവൾ വെറും ഒരു ക്ലയന്റ് മാത്രമാണ്. പക്ഷേ എനിക്ക് അവളെൻ്റെ ഭാര്യയാണ്. ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ പാർവതിയുടെ ഒപ്പം മാത്രമായിരിക്കും. ഇനി അവിടുത്തെ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലേ ഞാൻ ജയിലിലും കിടക്കും. അതെങ്ങനെയാണെന്നറിയാമോ? ഈ രണ്ടെണ്ണത്തിനെയും കൊന്നിട്ട് പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ഞാൻ പോകൂ. ഇത് കേൾക്കുന്ന ജാസ്മിനും ജിതിനും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് ജാസ്മിൻ വിശാലിൽ നിന്ന് വിളിച്ചിട്ട് വിശാലിന്റെ മുന്നിൽ കയറി നിന്നിട്ട് പറയുകയാണ്, എനിക്ക് വിശാലിന്റെ കൈകൊണ്ട് മരിക്കാൻ സന്തോഷമേ ഉള്ളൂ. അത് ഈ നിമിഷം തന്നെ ആയാൽ അത്രയും സന്തോഷം. വിശാൽ പാർവതിയെ പോയി രക്ഷിച്ചുകൊണ്ട് വന്നാലേ ഇന്നല്ലെങ്കിൽ നാളെ അവൾ വിശാലിന്റെ ജീവൻ എന്താണെങ്കിലും എടുക്കും. അതിനു മുമ്പ് ഞാൻ അങ്ങില്ലാതാകുന്നതേ എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് എന്നെ കൊന്നിട്ട് വിശാൽ അവളെ കൂട്ടിക്കൊണ്ടു വന്നോളൂ എന്ന് പറഞ്ഞിട്ട് വിശാലിന്റെ കൈയെടുത്ത് തന്റെ കഴുത്തിലേക്ക് വെക്കുകയാണ് ജാസ്മിൻ. ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ്, രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ ഞാൻ എന്താണെങ്കിലും തിരിച്ചു വരൂ. അതുവരെ നീ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ജാസ്മിന്റെ കഴുത്തിലെ പിടിയൊന്ന് മുറുക്കി ജാസ്മിനെ തള്ളിയിടുകയാണ് വിശാൽ. അത്രയും പറഞ്ഞ് വിശാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ജിതിൻ പറയുകയാണ്, എല്ലാവരും കണ്ടല്ലോ, വിശാലിന് ഇപ്പോഴും ചായ്വ് പാർവതിയോട് തന്നെയാണ്. വിവാഹമാണെങ്കിലോ നീണ്ടു നീണ്ടു പോകുന്നു. എത്രയും വേഗം ആ കാര്യത്തിലൊരു തീരുമാനമെടുത്തില്ലെങ്കിലേ ഇതെങ്ങനെ അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ്, തിരക്ക് കൂട്ടാതെ. വിശാൽ ബ്രോ എന്താണെങ്കിലും തിരികെ വരുമ്പോഴേ പാർവതി കൂടെ ഉണ്ടാകും. പാർവതിയെ കൊണ്ട് വിശാൽ ബ്രോ തിരികെ വരുമ്പോൾ നിങ്ങളുടെ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകും. തുടർന്ന് പ്രതാപം പറയുകയാണ്, ഗാർഗി ഒന്നവിടെ നിന്നേ. വിശാൽ പാർവതിയെ കൊണ്ടാണ് തിരികെ വരുന്നതെങ്കിലേ ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല നിന്റെ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകും. എങ്ങനെ മടങ്ങി വരുമെന്നാ പ്രതാപ നീ പറയുന്നത്? അവൾ എന്താണെങ്കിലും ഒരിക്കലും തിരിച്ചു വരില്ല. കാരണം അവളെ അറസ്റ്റ് ചെയ്തതേ ഡിവൈഎസ്പി അനിൽ പരമേശ്വരനാണ്. തുടർന്ന് ദേഷ്യത്തോടെ രാധികയും ഗാർഗിയും ഗോപിനാഥും അവിടെ നിന്ന് പോകുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.